ഹായ് ഗായ്സ്. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിയൊന്നും വേണ്ട. എൻ്റെ എൻഗേജ്മെന്റ് ആൽബം ആയിട്ടാണ്. എൻ്റെ എല്ലാ ഞങ്ങളുടെ അപ്പം എൻഗേജ്മെന്റ് ആൽബം ഒക്കെ നിങ്ങൾക്ക് കാണിച്ച് ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് ചെയ്തെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു റീക്രിയേഷൻ ഓഫ് എൻഗേജ്മെന്റ് ലുക്ക് ചെയ്തെന്നുണ്ടെങ്കിലും അതിൽ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ചോ എൻ്റെ ഓർണമെന്റ്സിനെ കുറിച്ചോ ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സോ അത് നമുക്ക് ഈ ഒരു ആൽബത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാം. അപ്പം ഇതാണ് എൻ്റെ ആൽബം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് ഓപ്പൺ ആക്കാം. അപ്പം ഇതാണ് നമ്മുടെ എൻഗേജ്മെന്റ് ആൽബം ഗായ്സ്. ഇതിന്റെ കൂടുതൽ നമ്മുടെ മറ്റേ കാലണ്ടറും ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എൻഗേജ്മെന്റ് ആൽബം കാണാം. അപ്പം ഇതാണ് എൻ്റെ എൻഗേജ്മെന്റ് ആൽബം. ഇതിനെ കുറിച്ച് പറയാനായിട്ട് എന്തുവാ, എനിക്ക് എടുത്തപ്പോ തന്നെ എന്റെ ഫേസ് മാറി കേട്ടോ. ഇത് കണ്ടില്ലേ, വായുമ്പോഴൊന്ന് ആകാശത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അത് നാലാട് എനിക്ക് ഈ ഒരു പോസ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ക്യാമറാമാൻ ആരോ ആയിരുന്നു കേട്ടോ. ഒരു 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 ബോധം ഇല്ലാത്തൊരു പോസും അത് കിടക്ക് തന്നെ അതെടുത്ത് ഫ്രണ്ടിലും കൊടുത്തേക്കുന്നത്. എന്റെ കണ്ണൊക്കെ കണ്ടേ, ഞാൻ മറ്റേ പാഠ്യം മോങ്ങുന്ന കണക്ക് മോങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ലുക്കാണ് നിങ്ങളിപ്പോ കാണുന്നത്. അത് ആ ലുക്കാണ്. അപ്പൊ നമുക്ക് ഇനി ഓരോ ഫോട്ടോകളായിട്ട് കാണാം. ഫസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഒന്നുമില്ല, വെറും വെള്ള പേപ്പർ. അപ്പം നമ്മളിങ്ങനെ അടുത്തതായിട്ട് ഓപ്പൺ ആക്കണം. അപ്പോ ഫസ്റ്റ് ലുക്ക് തന്നെ ഇതാണ്. ഒരു മേക്കപ്പോ, ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലാന്ന്. ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു ലുക്കാണിത്. എൻഗേജ്മെന്റ് മുന്നേറ്റ് ഞാൻ പോയിട്ട് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തുടങ്ങുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ തുടങ്ങുമ്പോൾ പാർട്ടി മൂന്നാമത് ഞാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. എൻഗേജ്മെന്റ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കരഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് എനിക്ക് എൻ്റെ മൂത്താപ്പ എടുത്തു തന്നതാണ് കേട്ടോ. നമ്മുടെ അവിടങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയങ്ങളിൽ വാപ്പ വീട്ടുകാരെടുത്ത് കൊടുക്കുന്ന ഡ്രസ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ ഇതിനെ പറ്റി. അപ്പം അന്ന് എനിക്ക് മൂത്താപ്പ വർക്കല സ്വയംവരേന്ന് എടുത്തു തന്ന ഡ്രസ്സാണ് ഇത്. വന്നിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇതുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് പിക്ക് വന്നിട്ട് ഇതാണ്. ഒരു മേക്കപ്പോ ഒരു 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 ആഡംബരങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പാവം ഞാൻ. രണ്ടാമത്തെ ഫോട്ടോ വന്നിട്ട് നിങ്ങൾ നോക്കൂ, ഇതൊരു നോക്കൂ. ഞാൻ ഇത് കണ്ടില്ലേ, സത്യം എന്ത് വൃത്തികെട്ട പോസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്താ വല്ല ബന്ധമുള്ള പോസുകളാണ് ഇതൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരായിരിക്കും ഇങ്ങനെയൊക്കെ പോസ് ചെയ്യുമോ? ഇത് നോക്കിയാണ് കയ്യും കെട്ടിയിട്ട് എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോസ്, ഒന്നാമത്തെ ഫുൾ ഡ്രസ്സ് കേട്ടോ. ഇത് അന്ന് പറഞ്ഞ് നമുക്ക് പാൻ്റ് അല്ല, നമുക്ക് സ്കേർട്ട് വന്നിട്ട് ഈ ഒരു ഡ്രസ്സിന് എന്ത് പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരു ഐഡിയ ഒന്നും കേട്ടാ. അന്ന് ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ട് പോയെടുത്ത ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഇത്. അപ്പം ഈ സ്കേർട്ട് വന്നിട്ട് മുകളിൽ ഈ ഒരു ടോപ്പായിരുന്നു. അടിയിൽ നമ്മൾ പോലെ ഈ ചുരി ബോട്ടം പാൻറ്റോ അല്ലെങ്കിൽ പലാസോ പാൻറ്റൊന്നും ഇല്ല, പാവാടയായിരുന്നു. പിന്നെ ഫോട്ടോ, പിന്നെ ഇത് എൻ്റെ കൊച്ചാപ്പട മോള്, ഇത് മഹിമ, ഇതെന്റെ ഇത്ത മൂത്താപ്പടം മോള് ചൈനത്ത. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇതാണ് എൻ്റെ മൂത്താപ്പ. മൂത്താപ്പയുടെ ഫേസ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തേക്കുന്നത് കേട്ടോ. കാര്യത്തിൽ അപ്പം കാണിക്കാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എൻ്റെ ഉമ്മായിട്ട് ഇന്ന് ഭയങ്കര എതിരാണ്. സോ അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ മറച്ചിട്ടിരിക്കും. അപ്പം ഇത് ഞാൻ, എൻ്റെ വാപ്പ, എൻ്റെ തക്കട് വാപ്പ. ഇത് മൂത്തമ്മ, ഞാൻ മൂത്താപ്പ. ഇതാണ് കൊച്ചുമ്മ, ഉമ്മ, അന്നത്തെ എൻ്റെ ഉമ്മ ചുന്തിരിമ്മ. ഇത് ഞാൻ മൂത്തമ്മ. ഇത് അബ്ദുക്ക, സുമയ്യ, കുഞ്ഞുമ്മ. ഇതെന്റെ ഇക്കക്ക. അന്നത്തെ എന്റെ ഇക്കക്കായും ഇപ്പോഴത്തെ ഇത്തക്കായും നിങ്ങൾക്ക് അറിയാവോ? അതെന്റെ എന്റെ തക്കുടുമണി ഇക്കക്കായെന്ന് അറിയാവോ? ഇപ്പോഴും തക്കുടുമണി ഇക്കക്കായൊക്കെ തന്നെയാണ്, പക്ഷെ ആളിപ്പറ്റി നന്നായിട്ട് വണ്ണം വെച്ചു. ഇത് ഞങ്ങൾ സഹോദരങ്ങളെല്ലാം കൂടി ഉള്ളൊരു ഫോട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇക്കക്ക, ഞാൻ, ഉമ്മച്ചി, വാപ്പ. ഇക്കക്കാടെയും വാപ്പാടെയും ഔട്ട്ഫിറ്റ് ഏകദേശം സെയിം ആണല്ലേ. പിന്നെ അവിടെ നമ്മളെ ഫാമിലിയും നമ്മളെല്ലാവരും കൂടിയൊക്കെ ഫോട്ടോ എടുത്ത് ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ഈ ഫോട്ടോയിലൊക്കെ ഞാൻ ചിരിച്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അതിന് മുന്നെയാണ് ഞാൻ മോങ്ങളിലൊക്കെ കഴിഞ്ഞത് കേട്ടോ. ദാ നിൽക്കുന്നത് നമ്മുടെ താരം, നമ്മുടെ നായകൻ മിസ്റ്റർ ഷിജു. പുള്ളിയെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. പാവം ഒരു മനുഷ്യനാണ്. പഠിച്ചു എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ. എനിക്ക് അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അലമ്പാക്കുന്നില്ല. അന്ന് വന്നിട്ട് പുള്ളിയുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഒരു ഔട്ട്ഫിറ്റിന് പുള്ളി കേൾക്കാത്ത കുറ്റകൾ കാണത്തില്ല. ഫുൾ ആർക്കും ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഒട്ടും ചെയ്താത്തൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. അന്നത്തെ ദിവസം നേരിട്ട് കാണാൻ കേട്ടോ. ഇത് പിന്നെ അവരെ എന്നെയും ഒക്കെ എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടെ സുന്ദരികളും ആക്കുമല്ലോ. പിന്നെ ഇത് കട ഫാമിലിയൊക്കെയാണ് കേട്ടോ. അപ്പം അവിടെ എന്തോ മൈക്കിൽ പറയുന്ന പരിപാടി ഇവിടെ നമുക്കിവിടെ ഇല്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് വാപ്പാട്ട് പറയാൻ വന്നു. വാപ്പ ഇങ്ങനെ മുൻകസി ആയി പോയിട്ടുണ്ടായിരുന്നു.
അപ്പം ഞങ്ങളെ എൻഗേജ്മെന്റ് നടന്നത് അയിരൂർ തൊടിയിലല്ലേ, അയിരൂർ തൊടിയിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. ഇവിടെ ഒരു മറുകുണ്ട്. അല്ല, ഈ ഫോട്ടോയ്ക്ക് അതിന് പ്രത്യേക ഭംഗി. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാരെയൊക്കെ ഉള്ള ഫോട്ടോസ് എല്ലാവർക്കും അത് കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അളിയൻ വാച്ച് ഇട്ട് കൊടുക്കുവാണ്. അല്ലല്ല, അളിയൻ മോതിരം ഇട്ട് കൊടുക്കാൻ. ഞങ്ങളുടെ എൻഗേജ്മെന്റിന് ഇവരെല്ലാം ഞങ്ങൾക്ക് ചെയ്ത പരിപാടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോതിരം മാറ്റാൻ സമ്മതിച്ചില്ല, ഒന്നും സമ്മതിച്ചില്ല. പിന്നെ അന്ന് പിന്നെ ഞാനൊക്കെ നമുക്ക് ഒന്നുമില്ലല്ലോ, അങ്ങനെ അങ്ങ് പോയി. അപ്പം ഇക്കാക്ക് മോതിരമില്ല, ഇക്കാക്ക് മോതിരം കൊടുത്ത്, ഇക്കാക്ക് വാച്ചോട്ട് കൊടുത്തു. അങ്ങനെ അതൊക്കെ കെട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോഴാണ് നമ്മുടെ കഥാനായികയുടെ എൻട്രി. എന്നെ ഇത്ത പിടിച്ചോണ്ട് വരുന്നതാണ്, ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ടാണ്. ഇപ്പോഴാണ് നമ്മുടെ കഥാനായികയുടെ എൻട്രി. ഇത്ത എന്നെ കൊണ്ടുവരുവാണ്. ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പ് ഫൈനൽ ലുക്ക് വന്നിട്ട്. അന്നത്തെ ആ മാലയും നെറ്റിച്ചുട്ടിയും കമ്മലും ഒക്കെ ഞാൻ വർക്കലയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക്, ഈ ഒരു ലെഹങ്കയെ പറ്റി പറയണമല്ലോ, ഈ ഒരു ലെഹങ്ക ഇക്കാടെ വീട്ടിൽ നിന്ന് എടുത്ത ലെഹങ്കയാണ്. എന്നെയും കൊണ്ടോ, ഞാനും ഒരു നോമ്പ് സമയത്തായിരുന്നു, മെയ് നോമ്പ് സമയത്തായിരുന്നു ഈ എൻഗേജ്മെന്റിന്റെ ഷോപ്പിംഗ് ഒക്കെ നടന്നത്. അപ്പം ഞാനും ഉമ്മായും വാപ്പായും കൂടി കൊട്ടിയത്ത് പോയി. ഇക്കാടെ മമ്മിയും വാപ്പച്ചിയും കൂടി കൊട്ടിയത്ത് വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ കൊട്ടിയത്ത് നിന്ന് കൊല്ലത്തോട്ട് പോകുന്നെങ്കിൽ ലെഫ്റ്റ് സൈഡില്, റൈറ്റ് സൈഡിൽ സിംലയാണ്. സിംലയ്ക്കൊക്കെ മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ അന്നൊരു കടയുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇത്. ഈ ഔട്ട്ഫിറ്റ് തന്നെ അന്ന് വന്നിട്ട് 8000 രൂപ ആയെന്നാണ് എൻ്റെ ഓർമ്മ. സ്റ്റിച്ചിങ് ചാർജും എല്ലാം ഇവരന്ന് അവിടെ കൊടുത്തിട്ട് പോയി. പിന്നെ ഞങ്ങൾ പോയിട്ടാണ് ഈ ഔട്ട്ഫിറ്റ് കളക്ട് ചെയ്തത് കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിൽ മൊത്തത്തിൽ എൻ്റെ എൻഗേജ്മെന്റ് ഔട്ട്ഫിറ്റ് മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വീങ്ങിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഫോക്കസ് ചെയ്യുന്നുണ്ടോ? കണ്ടോ? ഞാൻ അന്തം വിട്ട് കുന്തം വീങ്ങിയിരിക്കുകയാണ്. എനിക്ക് അറിയാൻ വയ്യ എന്തുവാണെന്നൊന്നും. അങ്ങനെ ഞാൻ ഇരിക്കുന്നതാണ്. പിന്നെ ഇക്കാടെ ഫാമിലി ആരൊക്കെയോ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് എനിക്ക് കൃത്യം പറഞ്ഞാൽ 9.5 പവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു മാല, 2 വളയെന്ന് വെച്ചാൽ എനിക്ക് ഒരു പവും, 2 വള, കമ്മല്, പിന്നെ എൻഗേജ്മെന്റ് റിങ്. ഇതിലിപ്പോ ഈ മാല മാത്രമേ എൻ്റെ കൈവശമുള്ളൂ. അപ്പം അവരെ വീട്ടിൽ അന്ന് എനിക്ക് അത്ര ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിപ്പം ഈ മാല മാത്രം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എൻ്റെ ഇക്കയുടെ കല്യാണത്തില് എൻഗേജ്മെന്റിലൊക്കെ ആ ഒരു മാലയാണ് ഞാൻ എപ്പോഴും ഇട്ടേക്കുന്നത്. ആ ഒരു മാല എൻ്റെ കയ്യിലുണ്ട്, ബാക്കിയൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ അവരുടെ മമ്മിയും ഇവരുടെ വാപ്പുമ്മയാണ് വന്നിട്ട് എനിക്ക്, വാപ്പുമ്മ അല്ലല്ലോ, ഉമ്മച്ചിയുടെ ഉമ്മ, ഇവരുടെ ഉമ്മയാണ് എനിക്ക് മോതിരം ഇട്ട് തന്നിട്ടുള്ളത്. അതുപോലും ഞങ്ങൾ തമ്മിൽ ഇടാൻ സമ്മതിച്ചില്ല. പിന്നെ ഇക്കാടെ ഫാമിലി എല്ലാവരും ഒക്കെ ആയിട്ട് കമ്മലൊക്കെ ഇട്ട് തന്ന എല്ലാവരും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഫോട്ടോ. ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോ ആണെന്ന് തോന്നുമോ? സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. പക്ഷെ ഇത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത ഫോട്ടോ അല്ല. ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അവസാനം ഞങ്ങൾ അവിടെ മറ്റേ എല്ലാവരും ഒരുമിച്ച് ഇക്കായ മാത്രം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ലായിരുന്നു. അപ്പൊ പിന്നെ മറ്റേ നമ്മളെ ഈ ഇത് കൊടുക്കുമല്ലോ, ഫോട്ടോഗ്രാഫേഴ്സ്, അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിപ്പിച്ച ഫോട്ടോ ആണ് കേട്ടോ ഇത്. അങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് ഇത്, അല്ലാതെ ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ഫോട്ടോ. പക്ഷെ അന്ന് ഫോണിൽ ആരോ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരെണ്ണം എടുത്തായിരുന്നു. പക്ഷെ അത് പോരാ, അത് കിട്ടുകയാണെങ്കിൽ എവിടെ വേണമെങ്കിൽ വെച്ചേക്കാം. പിന്നെ ഓരോ ഫാമിലി മെമ്പേഴ്സ് ഫാമിലി ഫോട്ടോസ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ, ഞാനും എൻ്റെ ഇക്കായും പിന്നെ ഇക്കാടെ മമ്മിയുടെ കൂടെയാണ് ഞാൻ ഫുഡ് കഴിക്കായിരുന്നത്. അപ്പം എൻ്റെ വന്നിട്ട് ഫോട്ടോ എടുത്തതാണ്. ഇതാണ് ഇക്കാടെ ചങ്ക് രതിൻ. ആ ചേട്ടനൊന്നും ഉണ്ടായിരുന്നു. ഇക്കായ ഫുഡ് കഴിക്കുന്നു. ഒന്നും നമ്മൾ അടുത്തല്ലായിരുന്നില്ലേ, ഞങ്ങൾ രണ്ടുപേരും അന്ന് അടുത്തേ ഇരുന്നിട്ടില്ല, സംസാരിച്ചില്ല അന്ന്, ഒന്നുമില്ല. അന്തം വിട്ട് കുന്തം വീങ്ങിയിരിക്കുന്ന കൊച്ചിനാണ്. ഈ കൊച്ചിന്റെ ഈ ഒരു ചിരി ഉണ്ടാകുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നു ഈ കൊച്ചു മറ്റേ അന്തം വിട്ട് കുന്തം വീങ്ങിയിരിക്കുന്ന കൊച്ചാണെന്ന്? എന്താ, മുഖത്തൊന്നും ഒന്നുമില്ല. പക്ഷെ അന്ന് ഞാൻ ഇരുന്ന അവസ്ഥ എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ്, ഇതെന്റെ ഡിഗ്രി ഫ്രണ്ട്സ് ആണ്. ഇതൊക്കെ റിലേറ്റീവ്സ്. അന്ന് പിള്ളേരാരും ഇല്ലായിരുന്ന? ഒരു ഫോട്ടോ എടുത്തില്ലേ? ഇതെന്റെ ഡിഗ്രി ഫ്രണ്ട്സ്. അന്ന് ആദ്യം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, ഒരു ഫോട്ടോ എടുത്തില്ലേ? ഇതൊക്കെ എൻ്റെ റിലേറ്റീവ്സും കസിൻസും എല്ലാവരും ഉണ്ട്. പിന്നെ ഇത് വന്നിട്ടാണ് ഇക്കാടെ ഫാമിലി.
ഇതിക്കാടെ മൂത്ത ചേട്ടൻ, ഇതിക്കാടെ രണ്ടാമത്തെ ചേട്ടൻ, ഇത് ഞാൻ, ഇതിക്കാടെ മമ്മി, ഇതിക്കാടെ വാപ്പച്ചി. ഇതിൽ പോലും ഇക്കായ നിൽക്കാൻ ആരും സമ്മതിച്ചില്ല. പാവം എന്റെ കെട്ടി. ഈ ഒരു ഫോട്ടോ കഴിഞ്ഞപ്പോ ഇക്കാടെ മുഖം ഞാൻ കണ്ടായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരുമിച്ചെടുക്കാൻ ആരും സമ്മതിച്ചില്ല. പിന്നെ ഇത് വാപ്പച്ചി, ഇക്ക, ഉമ്മ, ഞാൻ. പിന്നെന്തുവാണ്, പിന്നെ എന്റെ ഒറ്റയ്ക്കുള്ള ഒരു ഫുൾ ഫോട്ടോ. അപ്പം ഈ ഓർണമെന്റ്സിന്റെ ഫോട്ടോ അന്ന് അവിടെ വെച്ച് എടുത്തിട്ടില്ലായിരുന്നു, ഇങ്ങോട്ട് അടുത്തോട്ട് വരണം. ഈ മാലയാണ് ഇക്കാടെ വീട്ടിൽ നിന്നിട്ട് മാല. ഈ മാലയാണ് എൻ്റെ ഇക്കയുടെ എൻഗേജ്മെന്റ്, എൻ്റെ ഇക്കയുടെ കല്യാണത്തിനൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ 2 വളയാണ് കേട്ടോ, ഈ അറ്റം കിടക്കുന്ന 2 വളയാണ് ഇവരുടെ വീട്ടിൽ നിന്നിട്ടത്. അത്യാവശ്യം നല്ല ഡിസൈൻ ഉള്ള ഒരു വളയായിരുന്നു, പക്ഷെ എനിക്കത് വലുതാണ്. പിന്നെ കമ്മല് ഒരു 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 സ്റ്റഡ് കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് കമ്മലായിരുന്നു കേട്ടോ. ഇത്രയാണ് അന്ന് അവരുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എൻഗേജ്മെന്റിന് ഇട്ടിട്ട് പിന്നെ ഞാൻ അത് കണ്ടിട്ടില്ല, അല്ല കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ കറക്റ്റ് അറിയാൻ പറ്റും. ഈ മാല, ഈ കമ്മല്, ഈ വള തന്നെ അപ്പുറം ഇപ്പുറം ഓരോന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് അന്നത്തെ എൻ്റെ എൻഗേജ്മെന്റ് ലുക്ക്. ഇത്രയുള്ള ഫോട്ടോ കഴിഞ്ഞ് ഒരു സിമ്പിൾ ആൽബം ആണ് കേട്ടോ. അപ്പം എൻ്റെ എൻഗേജ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ അത്ര പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. അൽഹംദുലില്ലാ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഭയങ്കര ഹാപ്പി ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സങ്കടമാണോന്ന് ചോദിച്ചാൽ ഇവിടേക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ ഒരു ഐഡിയ ഇല്ലാണ്ട്, എസ്പെഷ്യലി ഞാൻ ഭയങ്കര കംഫർട്ട് സോൺ എൻ്റെ വീട്ടിൻ്റെ അകത്ത് വളർന്നൊരു ആളാണ്. അപ്പം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്റെ വീട്ടിന് 4 സൈഡിൽ എവിടെയും കെട്ടിക്കരുത്, എനിക്ക് കുറച്ച് ദൂരെ പോയി കെട്ടിയാൽ മതി എന്നുള്ളത്. അപ്പം നോക്കി അവസാനം എത്തിയപ്പോൾ കരുനാപ്പള്ളിയായിപ്പോയി. അപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എങ്ങനെയായിരിക്കും, എങ്ങനെയാണ്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്നത്തെ എൻ്റെ ഒരു ഇമോഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും. അപ്പം അങ്ങനെ പിന്നെ അപ്പം ഇതാണ് വന്നിട്ട് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആൽബം. ഇതിൽ പറയാനായിട്ട് ഇപ്പം അന്ന് എൻ്റെ ഇമോഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹാപ്പി ആണോ സങ്കടമാണോ എന്ന് ചോദിച്ചാൽ മിക്സ് ആയിരുന്നു. ഹാപ്പി ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അങ്ങനത്തെ ഒരു ഇമോഷൻ ആയിരുന്നു. നമുക്കതൊക്കെ അന്നൊക്കെയൊക്കെ മനസ്സിൽ പഠിത്തം കഴിഞ്ഞാൽ കല്യാണം, ആ ഒരു മൈൻഡാണ് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് പാരൻസ് ആവട്ടെ, എല്ലാവർക്കും ആവട്ടെ. എല്ലാവരും പഠിത്തം കഴിഞ്ഞ് ജോബ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കണം കല്യാണം കഴിക്കണം എന്നുള്ള മൈൻഡൊന്നും അല്ല. നമുക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ലൈഫിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത്. പിന്നെ അന്ന് ഞാൻ ഹാപ്പി ആയിരുന്നു ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അത് പുറത്താർക്കും മനസ്സിലാവാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പിന്നെ അന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മൂത്താപ്പായിരുന്ന എടുത്തുന്ന ഔട്ട്ഫിറ്റ് ഇട്ടിട്ടാണ്. മറ്റേ ലെഹങ്ക ഇക്കാടെ വാപ്പച്ചിയും മമ്മിയും എൻ്റെ വാപ്പായുമായി ഞാനിവിടെ നോമ്പ് ടൈമിൽ കൊട്ടിയം റൈറ്റ് സൈഡിൽ സിംലയാണ്, ലെഫ്റ്റ് സൈഡിൽ സിംലയൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കടയുണ്ട്. ആ കടയുടെ പേര് എനിക്കറിയത്തില്ല, അവിടെ നിന്ന് എടുത്തതാണ്. അറൗണ്ട് 8,000 ആയിട്ടുണ്ടായിരുന്നു അതിന്. അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ്ങും എൻ്റെ അളവൊക്കെ എടുത്ത് കൊടുത്തിട്ട് പോയി. പിന്നെ അത് ഞങ്ങളാണ് കേട്ടോ പോയി കളക്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മേക്കപ്പ് ചെയ്തത് വർക്കല അർച്ചനാസ് എന്നാണ്. പക്ഷെ മേക്കപ്പ് അന്ന് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല, ഭയങ്കര പുട്ടിയായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനായിട്ട് ഓർണമെന്റ്സിൽ ഇക്കാടെ വീട്ടിൽ നിന്ന് വളയിടലാണല്ലോ, വളയിടല പ്ലസ് എൻഗേജ്മെന്റ്. അപ്പൊ ഇക്കാടെ വീട്ടിൽ നിന്ന് ടോട്ടൽ 9.5 പവൻ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മാല ഉണ്ടായിരുന്നു, കമ്മലുണ്ടായിരുന്നു, 2 വള ഉണ്ടായിരുന്നു. വള എനിക്ക് നല്ല വലിയ വളയായിരുന്നു. പിന്നെ മോതിരം ഉണ്ടായിരുന്നു. മോതിരം സെലക്ട് ചെയ്തതും ഒക്കെ ചെയ്തതും ഞങ്ങളായിരുന്നു. പിന്നെ ഇതിലിപ്പോൾ മാല മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ആ മാലയാണ് എൻ്റെ ഇക്കയുടെയും എൻഗേജ്മെന്റിനും കല്യാണത്തിലൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത്. ആ മാല ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ബാക്കിയൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ കല്യാണം, എൻ്റെ എൻഗേജ്മെന്റിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം പരിഗണിക്കപ്പെട്ടൊരിടം ഈ ഒരു എൻഗേജ്മെന്റ് ഡ്രസ്സ് മാത്രമാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻഗേജ്മെന്റ് അൽഹംദുലില്ലാ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അന്ന് കുറേയൊക്കെ സങ്കടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്ന് തന്നത് എല്ലാത്തിലും അൽഹംദുലില്ലാ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.